നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മുടെ പുത്രൻ ഇവിടെ ഉണ്ട്. ചെറിയ ആളുമല്ല, ACP. അവനെ വരെ സൈലന്റ് ആക്കിയ ഈ ബർമുഡ ട്രയാങ്കിൾ അവർ ഒരുക്കിയിരിക്കുന്നത്. നന്ദിനി എടുത്തിയെ ഏത് വഴിയും നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്തു എന്നാ ആലോചിക്കേണ്ടത്. ഇത് ജഗദീഷേട്ടാ, രാമേട്ടാ, കാപ്പി കുടിക്ക. ഇവിടെ എന്താടി ആഘോഷോ, അതോ നിന്റെ അച്ഛൻ മന്മഥ പണിക്കരുടെ സപ്തതി അടിയന്തരത്തിന്റെ ആഘോഷങ്ങളോ? ചെകിട് നോക്കി ഒരാളെ കലയ്ക്കാറുണ്ടല്ലോ ചേട്ടാ. അവിടെ ഒരു കാപ്പി കുടി മഹോത്സവം. കൂട്ടത്തിൽ ഒന്നിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതിന്റെ സന്തോഷ സൂചകമായിട്ട് അവളുടെ ഒരു കാപ്പി. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചല്ല. അറിയാവടി, നിന്റെയൊക്കെ മനസ്സിലൊരു പന്താന്ന്. അവരെ അറസ്റ്റ് ചെയ്തപ്പോ ഉള്ളാലെ സന്തോഷമാണെന്ന് എനിക്കറിയാം. സന്തോഷിച്ചോ, പക്ഷെ ആ സന്തോഷം എന്റെ മുന്നിൽ പ്രകടിപ്പിച്ചാലുണ്ടല്ലോ നീ വിവരം അറിയും. ഒരു ഇന്ദ്രജ മാത്രമല്ലടാ നന്ദിനിയുടെ ശത്രുക്കൾ, ഇതിനകത്താ അവരുടെ ശത്രുക്കൾ. ഈ വക കീടങ്ങളെ അങ്ങ് വിട്. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ പുറത്തിറക്കാനുള്ള വഴി ആലോചിക്കാം. നിങ്ങൾ അറിഞ്ഞോ പോലീസ് വാർത്തകള്? പോലീസ് ക്ലബിലിട്ടാ നന്ദിനിയെ ചോദ്യം ചെയ്യുന്നത്. IG-യുടെ നേതൃത്വത്തില് നന്ദിനിയെ ഒരു കസേരയുടെ കാലി കെട്ടിയിട്ടാ പോലീസുകാരെല്ലാരും കൂടെ ചോദ്യം ചെയ്യുന്നത്. മുടിഞ്ഞ മർദ്ദനമാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാത്രി തന്നെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയേക്കും. നിർത്തടി, നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? മാതാപിതാക്കളായ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞാൻ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നിനക്ക് ചെയ്യാൻ മടിയാണെങ്കിലേ ഞാൻ ചെയ്യാം. ഇല്ലെങ്കിലേ എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടില്ല. ഞാനെന്താ ചെണ്ടയോ നിങ്ങൾക്ക് തോന്നുമ്പോ തല്ലാൻ? ആ നന്ദിനി കൊലപാതകം ചെയ്തതിന് നിരപരാധിയായി ഞാനെന്ത് പഴിച്ചു? മിണ്ടരുത് നീ. പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ആ മാധുരി മരിക്കുമ്പോഴേ നന്ദിനി ഇവിടെ ഇല്ലായിരുന്നു. ജയേട്ടനോടൊപ്പം ചേർന്ന് ആ നന്ദിനി എന്റെ കൈ കൊണ്ട് മരിക്കണ്ടെങ്കിൽ ഇറങ്ങി പോടി ഉടന്നു. ഇവിടെ നിപ്പുണ്ടായിരുന്നോ വിരഹാർദ്രയായ മാനസപുത്രി മാതാശ്രീയായ നന്ദിനി ദേവി തങ്കച്ചിയെ? ഇനി വരില്ല. അവളെ പോലീസുകാരെല്ലാരും കൂടിയേ ജയിലിലേക്ക് താലപ്പൊലിയോടുകൂടി കൊണ്ടുപോകും. അവൾ അഴിക്കകത്ത്, നീ പെരുവഴിയിലും. ഏതൊരു പിതാവിനും ഏറ്റവും പ്രിയപ്പെട്ടവരാ പെൺമക്കൾ. അതുകൊണ്ട് നിന്നെ ഇതുവരെ ഞാൻ തല്ലിയിട്ടില്ല. പക്ഷേ നിന്റെ നാവർത്തു മാറ്റി നിന്നെ നിശബ്ദയാക്കേണ്ട ഗതികേട് ഈ അച്ഛനുണ്ടാവരുത്. ആ മോഹൻ തമ്പിയെ വിളിക്ക്. സർ.
മോഹൻ തമ്പിയല്ലേ? അതെ. ഫ്ളാറ്റിൽ മാധുരി മരിച്ച ദിവസം ഈ നിൽക്കുന്ന നന്ദിനിയെ കണ്ടതായി നിങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കണ്ടതായി കോടതി പറയണമെന്ന് ഈ സർക്കിൾ സാറും ഈ SI സാറും കൂടെ വന്ന് പറഞ്ഞു. ഫ്ളാറ്റിൽ എന്റെ പേരക്കുട്ടികളുണ്ടായിരുന്നു. ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ അങ്ങനെ പറയാമെന്ന് ഏറ്റു. അതാണ് സത്യം. താങ്ക് യു സർ. പൊക്കോളൂ. അപ്പോ എങ്ങനെ നന്ദിനെ വിട്ടേക്കാലോ? എന്താന്ന് മൊഴിയാത്തത്? വിട്ടയക്ക സർ. നിങ്ങൾ മനഃപൂർവ്വം കുറ്റവാളിയാക്കപ്പെട്ട സ്ത്രീയും അവരുടെ ബന്ധുക്കളും ഈ നേരം എത്രയും അനുഭവിച്ച മാനസിക സമ്മർദ്ദങ്ങൾക്കും അപമാനങ്ങൾക്കും ആര് സമാധാനം പറയും? ഇതൊരു സാംസ്കാരിക സംസ്ഥാനമാണ്. പൊളിറ്റിക്സും മതങ്ങളും ഒരുപാടുണ്ടെങ്കിലും ആത്യന്തികമായി ഇവിടുത്തെ മനുഷ്യർ ഒന്നാണ്. ആത്മാർത്ഥതയും സത്യസന്ധതയും പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് ഈ സേനയിലുള്ളവർക്ക് വേണ്ടത്. ക്രിമിനലുകളെ ഒതുക്കേണ്ടവർ തന്നെ ക്രിമിനലുകളായാലോ? ഈ നാടിന്റെ ക്രമസമാധാനം തകരും. അങ്ങനെ ചെയ്യുന്നവരുടെ സേവനം ഈ സേനയിൽ വേണ്ട. മഹാദേവൻ പേര് ശ്രീ പരമേശ്വരന്റേതും പ്രവൃത്തി നരകാസുരന്റേതും. സസ്പെൻഡ് ഹിം. എന്താ പേര്? മേരി. മേരി. പേര് ലോകമാതാവിന്റേതും മനസ്സ് മകനെ ഒറ്റുകൊടുത്ത യൂദാസിന്റേതും. സസ്പെൻഡ് ഹർ. അമ്മേ, അച്ഛാ, രാത്രിയാണ്, യാത്രയില്ല. ഇറങ്ങിക്കോട്ടെ. താങ്ക് യു സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.